ഫോൺ അഡിക്ഷൻ നമ്മൾ ഒരുപാട് പാരൻസിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് പാരൻസ് നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ അവർ കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് മക്കളുടെ ഫോൺ അഡിക്ഷൻ ഭയങ്കര ഹൈ ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോവിഡിന് ശേഷമൊക്കെ വളരെയധികം ഫോണിൻ്റെ യൂസേജ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടിയിട്ടുണ്ട്, എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയില്ല, എന്താ അതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി സ്റ്റുഡൻസിൻ്റെ കാര്യം മാത്രമല്ല, ഞാനടക്കം അടങ്ങുന്ന ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണെങ്കിലും പാരൻസിനായാലും വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒട്ടുമിക്ക ആളുകളും ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകളിൽ, ലാപ്ടോപ്പുകളിൽ, ടാബുകൾ ഇത് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകളെല്ലാം പറയുന്നത്. അപ്പോൾ അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത്, നമ്മൾ വലിയ ആളുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നുണ്ട്. നമ്മളതിനെ ആലോചിച്ചാൽ മതി. കുറച്ച് കാലം മുന്നേ, നമ്മൾ ഈ ഒരു കോവിഡിന് മുന്നേ അല്ലെങ്കിൽ ജിയോ ഒക്കെ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് നമ്മൾ എത്ര ടൈമാണ് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ അതുപോലത്തെ സോഷ്യൽ മീഡിയകളിൽ സ്പെൻഡ് ചെയ്തിരുന്നത്, ഇപ്പോൾ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു? പണ്ട് എത്ര സ്റ്റാറ്റസുകൾ നമ്മൾ ഇട്ടിരുന്നത്, ഇപ്പം എത്ര സ്റ്റാറ്റസുകൾ നമ്മൾ ഇടുന്നു? വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പണ്ട് എത്ര നമ്മൾ ആക്റ്റീവാണ്, ഇപ്പോൾ നമ്മൾ എത്ര ആക്റ്റീവാണ്? സ്റ്റോറീസ് അത് എത്രമാത്രം നമ്മൾ ഇപ്പോൾ ഇടുന്നുണ്ട്? ഇത് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. കുട്ടികളിൽ മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലും മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് യൂസേജ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത് കുറയ്ക്കുക, എന്താ ചെയ്യുക എന്നുള്ളത്. റീസൺ വളരെ സിമ്പിളാണ്. ഇത് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഈസ് അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും ജനിച്ചു വീഴുന്നത് ഈ ഒരു കാലഘട്ടത്തിലോട്ടാണ്. അവർ ചെറുപ്പം മുതൽ തന്നെ, വളരെ ചെറിയ കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കുന്ന നേഴ്സിനെയോ അല്ലെങ്കിൽ പാരൻസ് എല്ലാവരും കസിൻസ് ഒക്കെ തലങ്ങും ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് ചെറിയ കുട്ടികളാകുന്ന സമയത്ത്. അതിനുശേഷം അവരുടെ ഓരോ ഏജ് ഗ്രൂപ്പിലും മാറി മാറി വരുമ്പോഴും അവർ കാണുന്നത് ഈ മാറി വരുന്ന ടെക്നോളജിയും, ഇവിടെ ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീടുകൾ, നമ്മുടെ പാരൻസിന് കയ്യിലുള്ള ഗാഡ്ജറ്റ്സ്, ഇതൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് TV ഉള്ള വീടുകൾ വളരെ കുറവായിരുന്നെങ്കിൽ ഇന്ന് സ്മാർട്ട് TV ഉള്ള വീടുകൾ അല്ലെങ്കിൽ ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണെന്നുള്ള അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലോട്ട് ജനിച്ചു വീഴുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ആവും, അവർ അതിൽ എക്സൽ ആവും, അല്ലെങ്കിൽ അവരതിൽ എക്സ്പേർട്സ് ആകും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പണ്ട് കാലത്തൊക്കെ നടന്ന പോലെ, ഇപ്പോൾ പണ്ടൊരു ഒരു പരസ്യം നമ്മൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഓഡിയൻസ് ആയിട്ടൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിക്കൊണ്ട് അവരിലോട്ട് പരസ്യം എത്തിക്കാൻ പറ്റുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്തിക്കാൻ പറ്റുന്നു? ഇവിടെ ട്രാഫിക് കൂടുതലാണ്, ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ കൂടുതൽ സോഷ്യൽ മീഡിയകളോട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ ഒരു ഫീൽഡിലായതുകൊണ്ട്, ഇനിയിപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെയുള്ള പ്രസിദ്ധമായുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ഓൺലൈൻ എഡ്യൂക്കേഷനെയാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈൻ എഡ്യൂക്കേഷന്റെ കാലം കഴിഞ്ഞു. പ്രൊഫസേഴ്സ് ഒരു സാറ്റലൈറ്റ് റൂമിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു വെബ് ക്യാമറ സെറ്റപ്പുകളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ഈ ക്ലാസ്സുകൾ കാണുന്നു. IIT മദ്രാസ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഡാറ്റാ സയൻസിലുള്ള BS ഡിഗ്രി പ്രോഗ്രാം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡാറ്റാ സയൻസ് ഇപ്പം വളരെ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ അവർ നടത്തുന്ന പ്രോഗ്രാമുകൾ ഓൺലൈൻ പ്രോഗ്രാമുകളാണ്, ഓഫ്ലൈൻ പ്രോഗ്രാമുകളല്ല. ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ. അപ്പം ലോകം മൊത്തം ഓൺലൈൻ എഡ്യൂക്കേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗാഡ്ജറ്റ്സിന്റെ യൂസേജ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങൾ അത് ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഓൺലൈൻ കാര്യത്തിലോട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഡിവൈസുകൾ വേണം, ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ടി വരും. പണ്ട് റേഷൻ കടകളിൽ പോയിട്ട് നമ്മുടെ ആ റേഷൻ ബുക്കിൽ എഴുതിയതിന് പകരം ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ട് ഫിംഗർ പ്രിന്റുള്ള ടെക്നോളജി വന്നു, അവിടെയും ടെക്നോളജി. അപ്പൊ ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജികൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇതിന് അഡിക്റ്റ് ആയി എന്നുള്ളതിന്റെ കുറച്ച് റീസൺസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. എസ്പെഷ്യലി സ്റ്റുഡൻസ് എന്തുകൊണ്ട് ഇതിലോട്ട് അഡിക്റ്റ് ആയി അല്ലെങ്കിൽ ഒരു ഫോൺ അഡിക്ഷൻ വന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ റീസൺസ് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഇതിലോട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, കുറച്ച് ബുക്സ് ആണ് ഇതിലോട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ചില ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതിലുള്ള എല്ലാ പോയിന്റ്സും ഞാൻ പറയുന്നില്ല, പക്ഷേ സമ്മറൈസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ദ ഗ്ലോ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നിക്കോളാസിന്റെ ഒരു ബുക്കാണ്. നിക്കോളാസ് കാഡ്രാസ് എന്ന് പറയുന്ന ആളുടെ PhD ആയിട്ടുള്ള ഒരാളുടെ ഒരു ബുക്കാണ്. അതുപോലെ തന്നെ ഐജൻ എന്ന് പറയുന്ന GNM 20 ഒരു ബുക്ക്, ഡിസ്കണക്റ്റഡ് എന്ന് പറയുന്ന തോമസ് തേഴ്സ്റ്റിങ്ങിന്റെ ഒരു ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ കാൾ ന്യൂപോർട്ടിന്റെ ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഇത്രയും ബുക്സ് ജസ്റ്റ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തതാണ്. ഇത്തരത്തിൽ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസും ഫോൺ അഡിക്ഷനും അതിന്റെ റീസൺസും സൊല്യൂഷൻസ് ഒക്കെ പറയുന്ന കുറച്ച് ബുക്സ് ആണ്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് റീസൺ പറയുന്നത് ECSS ആണ്.
സ്റ്റുഡൻസിന് എന്താണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ്, മൊബൈൽ ഫോൺസും ടാബുകളും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അക്സസിബിൾ ആണ്, പണ്ടത്തെ പോലെയല്ല. കാരണം ഒരു വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഓരോ ആൾക്ക് ഓരോ ഫോൺ എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ ഫോൺസ് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും, ലാപ്ടോപ്പുകൾ ഉണ്ടാവാം, TV കാര്യങ്ങൾ, ഗാഡ്ജറ്റ്സ് എന്താണ് ഭയങ്കര ഈസിലി അക്സസിബിൾ ആണ്, പണ്ടത്തെ പോലെ റെസ്ട്രിക്റ്റഡ് അല്ല. ഐഫോൺ വരെ നമ്മൾ വെറുതെ സോഫയിലിട്ട് പോകുന്ന അവസ്ഥയിലോട്ട്, കാരണം അത്രയും നമ്മൾ യൂസ്ഡ് ഇതിനോട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഒരാൾക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ അയാൾ തറയിലും താഴെ എവിടെയും വെക്കാതെ കൊണ്ടെടുക്കുമായിരുന്നു. പക്ഷെ ഇന്നത് വളരെ വ്യാപകമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് അക്സസിബിൾ ആണ്. രണ്ടാമത്തെ എന്റർടൈൻമെന്റ് ആൻഡ് സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റന്റ് എന്റർടൈൻമെന്റാ. നമ്മളൊരു പണ്ടൊക്കെ ഒരു മൂവി കാണണമെങ്കിൽ ആ മൂവി കംപ്ലീറ്റ് കണ്ട് തീരുന്നത്, അല്ലെങ്കിൽ ടിവിന്റെ ഇടയിൽ ആഡുകളൊക്കെ വരും, ആ ആഡൊക്കെ സഹിച്ചിട്ട് വേണം ആ ഒരു എന്റർടൈൻമെന്റ് കാണാൻ. പക്ഷേ സോഷ്യൽ മീഡിയകളിൽ കയറിയാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റീൽസ് ആയിട്ടും സ്റ്റോറീസ് ആയിട്ടൊക്കെ ഇൻസ്റ്റന്റ് എന്റർടൈൻമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കാര്യം പെട്ടെന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നമുക്ക് അതിലൊരു ഹാപ്പിനെസ് കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത റീസൺ എന്ന് പറഞ്ഞെങ്കിൽ പിയർ ഇൻഫ്ലുവൻസ് ആണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ വീട്ടുകാരത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ചെയ്യുന്നത് കാണുന്നു എന്നുള്ളത് നമ്മളത് ചെയ്യാനുള്ള ടെൻഡൻസി കൂട്ടും. സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളും ഇത്തരത്തിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു അക്കൗണ്ട് ഇല്ല, എൻ്റെ ഫ്രണ്ടിനുണ്ടെങ്കിൽ എനിക്ക് ആ അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. കാരണം എൻ്റെ ഫ്രണ്ടിനുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റോറി ഇടുന്നുണ്ട്, അവരെ ടാഗ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു പഴഞ്ചനായി പോകും. അങ്ങനെയുള്ള പീർ പ്രഷർ കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റ അക്കൗണ്ട് ഒക്കെ തുടങ്ങും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ഇൻവോൾവ് ആകും എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ എല്ലാവരും എത്തും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു പിയർ ഇൻഫ്ലുവൻസ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന് ഇമോഷണൽ എസ്കേപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഇമോഷണൽ ഇൻബാലൻസ് അല്ലെങ്കിൽ ഇമോഷണലി നമ്മളിങ്ങനെ പല പല ഫ്ലക്ച്വേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ലൈഫിൽ ഓരോ ദിവസങ്ങളും ഓരോ ടൈപ്പ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാഡ് മൂഡിൽ നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യെന്താ, നമ്മൾ സോഷ്യൽ മീഡിയകളിലോട്ട് കയറുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിലോട്ട് കയറുകയാണെങ്കിൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഫീലിങ്സ് നമ്മൾ മറന്നിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുകിപ്പോകും. സ്വാഭാവികമായിട്ട് ഇമോഷണലി പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഒരു ഷിഫ്റ്റ് വരാൻ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യുന്നു എന്നുള്ള. പക്ഷെ നമ്മൾ അവിടെ വലിയൊരു പ്രശ്നം കിടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പല സ്റ്റഡീസും പറയുന്നത് സ്റ്റുഡൻസിന്റെ ഒരു മെച്യൂരിറ്റി ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റുഡൻസിന്റെ മെച്യൂരിറ്റി ലെവൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഒരു എക്സാം സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സ്റ്റുഡൻറ്റിന് പറ്റിയിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് സ്റ്റുഡൻസിന് പറ്റുന്നില്ല. സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നു, സൂയിസൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുന്നു. കാരണം അവർക്ക് അവരുടെ തന്നെ ഇമോഷണൽ ആ ഒരു സംഭവം ബാലൻസ് കൊണ്ട് നടക്കാൻ അവർക്ക് തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. സോ ഇമോഷണൽ എസ്കേപ്പ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വേൾഡിലോട്ട് ഓടുന്ന സ്റ്റുഡൻസ് വളരെ ഹൈ ആണ്. ഇനി സോഷ്യൽ മീഡിയ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇമോഷൻസ് വേറെ ഡിഫറെൻ്റ് ആണ്. നല്ല BGM ഇട്ട വീഡിയോസും ട്രാവൽ ചെയ്യുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ഒന്നും പഠിക്കാഞ്ഞിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ റീൽസ് ഇത് കാണുമ്പോൾ സ്റ്റുഡൻസിന്റെ മൈൻഡ് അതിലോട്ട് സെറ്റായി പോവാണ്. അവരുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിൽ കാണുന്നതിലോട്ട് പോകുന്നു എന്നുള്ളതും അതൊരു നമുക്കൊരു ലിമിറ്റേഷൻസ് ആയിട്ട് കാണാൻ പറ്റും. അതിന് മറ്റൊന്ന് ലാക്ക് ഓഫ് ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് എന്നതാണ്. അപ്പോൾ പണ്ട് കാലത്ത് സ്റ്റുഡൻസ് നമ്മളൊക്കെ കുട്ടികളാകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് പറയുമ്പോൾ കളികളായിട്ടും അല്ലെങ്കിൽ പല പരിപാടികളും നമ്മൾ എൻഗേജ്ഡ് ആണ്. ഒരു സോഷ്യൽ മീഡിയയിലോട്ട് പോകാനോ ഇന്ന് നമുക്ക് സമയമില്ല, നമുക്ക് അത്ര അറിയില്ല. രണ്ടും റീസൺസ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതോടുകൂടെ, അത് പാരൻസിന്റെ കാര്യങ്ങൾ നടക്കുന്ന ഓൺലൈനിലൂടെയാണ്, നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നടക്കുന്ന ഓൺലൈനിലൂടെയാണ്, സാധനങ്ങൾ വാങ്ങുന്ന ഓൺലൈനിലൂടെ, എല്ലാം ഓൺലൈനിലൂടെ ആയതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സംഭവം അവിടെ കുറഞ്ഞു. വ്ളോഗുകൾ കാണുന്നതിലൂടെ നമ്മൾ ശരിക്കും ഒരു ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, ട്രാവൽ വ്ളോഗേഴ്സിന്റെ വ്ളോഗ് കാണുന്നതിലൂടെ. അതുപോലെ പല കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായി മാറിയതോടുകൂടെ നമുക്ക് ആൾട്ടർനേറ്റീവ്സ് കുറഞ്ഞു. ആൾട്ടർനേറ്റീവ്സ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇവര് വീണ്ടും ഈ ഒരു സോഷ്യൽ മീഡിയയിലോട്ട് ലോക്ക്ഡ് ആയി പോവുകയാണ് എന്നുള്ളതാണ് ഒരു മറ്റൊരു റീസൺ ആയിട്ടുള്ളത്. അടുത്തത് പാരന്റൽ ഇൻഫ്ലുവൻസ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പാരന്റ്സ് എല്ലാവരും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TV ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫോണിൽ ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കും, എന്നിട്ട് കുട്ടി അവിടെ ഇരുത്തും, എന്നിട്ട് ഫുഡ് കൊടുക്കും. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെറുപ്പത്തിൽ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും എൻ്റെ കുട്ടിക്ക് ഞാൻ ഫോൺ കൊടുക്കൂല, അല്ലെങ്കിൽ ഫോണോ അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമെന്ന് വിചാരിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ അതൊക്കെ മറന്നിട്ട് അവസാനം ഫോൺ കൊടുക്കേണ്ടി വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് അവരിൽ ചെറിയ പ്രായം മുതൽ തന്നെ ഇതിനോട് ഒന്നും കൂടെ കൂടുതൽ ഫെമിലിയർ ആവാനും അതിൽ നിന്ന് എന്തൊക്കെയോ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ മൈൻഡിൽ ഫീഡ് ചെയ്യാനുള്ള ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇനി എങ്ങനെ കുട്ടിക്ക് ഫോൺ കൊടുക്കാതെ ഫുഡ് കൊടുക്കും എന്നൊക്കെ ഉള്ളത് വേറെ ടോപ്പിക്കാണ്, അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ
അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഓരോ കുട്ടികൾ ഫോം പിടിച്ചെങ്കിൽ ഇരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന് ആ പ്രോഗ്രാമിലൊന്ന് ഫ്രീഡത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഏതെങ്കിലും മൂലൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഫോൺ കൊടുത്തിട്ട് അവിടെ ഇരുത്തും. കുട്ടി അങ്ങനെ കാണുന്ന കുട്ടി പിന്നെ വേറെ ഏതോ വേൾഡിലാണ്. നമ്മൾ ആ കുട്ടിന്റെ തലയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോണ്ടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ നിന്ന് പിടിച്ച് കളിക്കുക, അന്ന് കുട്ടി അറിയുന്നുണ്ടാവില്ല. കുട്ടി ഫുൾ ആ കാർട്ടൂണിന്റെ വേൾഡിലോ അല്ലെങ്കിൽ ആ വേൾഡിലായിരിക്കും. കാരണം അത്രമാത്രം അവരുടെ ബ്രെയിനിന്റെയും അവരുടെ കംപ്ലീറ്റ് അറ്റൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോണുകളോ അല്ലെങ്കിൽ കാർട്ടൂണുകളോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അത് ഗ്രാബ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പാരന്റൽ ഇൻഫ്ലുവൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റിവാർഡ്സ് എന്നുള്ളത്. നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്തൊരു കാര്യത്തിന് റിവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ആരെങ്കിലും നല്ലതാട്ടോ ഉഷാറാണ് കേട്ടോ എന്നുള്ളൊരു അപ്രീസിയേഷൻ തരിക എന്നുള്ളത്. പക്ഷെ അത് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങുക എന്നുള്ളത് ഈസി അല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻസ് ലവ് ചിഹ്നമായിട്ടും ലൈക്കായിട്ടും സ്മൈലുകളായിട്ടൊക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡുകളായിട്ട് കമന്റുകൾക്ക് റിപ്ലൈ ആയിട്ട് ഷെയറുകൾ, റീഷെയറുകൾ, ടാഗുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിൽ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ ഇൻട്രോവേർട്ട് ആയുള്ള ആളുകൾ മുതൽ എക്സ്ട്രോവേർട്ട് ആയുള്ള ആളുകൾക്ക് വരെ അവരുടെ ഒരു വേറൊരു ഡിഫറെന്റ് പാരലൽ വേൾഡ് ആയിക്കൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുള്ള ഒരു പാരലൽ വേൾഡ് ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിലെ കാണുന്നു. ചിലപ്പോൾ നാട്ടിൽ വീട്ടിൽ ഒരു വില ചെയ്യാത്ത ഒരാൾ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ കുറച്ച് ലൈക്സ് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ആ സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അയാളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഏരിയ ആയിട്ട് അല്ലെങ്കിൽ അയാളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അതിനെ കാണും. സ്വാഭാവികമായിട്ടും അതിനോട് അയാൾക്ക് ഇഷ്ടം തോന്നും. അപ്പോൾ ഇത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റിവാർഡ്സും കൂടെ എന്താണ്, നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലോട്ടുള്ള അട്രാക്ഷൻ കൂടാനുള്ള ഒരു കാരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഒരുപാട് റീസൺസ് പറഞ്ഞു, ഒരു 7 റീസൺസ് പറഞ്ഞു. ഈ 7 റീസൺസും എന്തുകൊണ്ട് നമ്മൾ ഫോൺ അഡിക്റ്റ് ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫോണിന്റെ യൂസേജ് കൂടി എന്നുള്ളതിന്റെ കാരണങ്ങളാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ കാരണങ്ങൾ പറയാൻ ആർക്കും പറ്റും അല്ലെ, ഞാൻ വേണമെന്നില്ല. ആർക്കും എന്ത് ചെയ്യും, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫോൺ അഡിക്റ്റ് ആയത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അറിയാം. പക്ഷെ എങ്ങനെ നമ്മൾ ഇതിന്ന് പുറത്ത് കിടക്കും, ഈ ജയിലിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്ത് കിടക്കും? എന്തായാലും ഞാൻ പറഞ്ഞു, മൊബൈൽ ഫോൺസോ ഗാഡ്ജറ്റ്സോ ഇല്ലാതെ അല്ലെങ്കിൽ അത് ഫുള്ള് മാറ്റി വെച്ചിട്ടുള്ള ഒരു ലോകം എന്നുള്ളത് പോസിബിൾ അല്ല. കുട്ടികളുടെ കാര്യത്തിലായാലും പാരന്റ്സിന്റെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും ഈ മൊബൈൽ ഫോൺസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ലാപ്ടോപ്സും ടിവിയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് എങ്ങനെ അഡിക്ഷൻ ആവാതെ എങ്ങനെ പോസിറ്റീവ് ആയിക്കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ആ കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിക്കൊണ്ട് എന്ത് ചെയ്യാം, എങ്ങനെ ഫോൺ അഡിക്ഷൻ മാറ്റാം എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിൽ ഒരുപാട് പാരന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൺസേൺ ആയ ഒരു ഇഷ്യൂ ആണ്. സോ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഒരു സംഭവം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് സൊല്യൂഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അതിന്റെ വീഡിയോയും കൂടി എന്ത് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആവട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു ജോയിന്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ പറ്റണം. ഇത് ഈ ഫോണും കാര്യങ്ങളും എല്ലാം വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് കുട്ടികളെ മാറ്റാൻ പറ്റണം. അത് പറ്റിയെങ്കിൽ മാത്രമേ അവർക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ വക്താക്കളായിട്ട് മാറുക. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങളും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആളുകൾ അവെയർ ആക്കുക. അവയർനെസ് എന്ന് പറയുന്ന സംഭവം നമ്മളിലൂടെ എന്ത് ചെയ്യട്ടെ, സ്പ്രെഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാം, എങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ഇനേബിൾ ചെയ്ത് റെഡി ആയിരിക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.